रावण को राक्षस कहने वाला और काबिले गर्दन जदनी करार देने वाला भी हिंदू, और रावण को एक अपना हीरो करार देने वाला वो भी हिंदू। तो बड़ी मुश्किल है इनके यहां। तो ये इनकी असल तदबीर ये रही है टू एसिमिलेट द फॉरेन कल्चर्स, इनको अपने अंदर जज्ब कर लो, हजम कर लो, और वो हिंदू मत जो है हिंदू रहे बस। अल्लाह अल्लाह खैर सल्ला, बाकी ये कि अपने अंदर पूरी गुंजाइश रखो। Marxism is not a deviation from Enlightenment or Protestant Reformation, it is a product of it. It has the same Abrahamic template. You're with us or against us is the language of the Marxist as much as it is of the Abrahamic faith system. It's not a mere coincidence. രാംലീല മൈതാനത്ത് ആണ്ടുതോറും രാവണ പെരുമ്പാട്ടൻ അമ്പെയ്ത് കൊല്ലുന്നൊരു ഉത്സവം നടക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ഹേറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പൂർണ്ണമായിട്ടും ഒരു ജനസമൂഹത്തിൻ്റെ മേൽ നടത്തുന്ന ഒരു ഹേറ്റഡ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ അതിനെതിരെ ഒരു പാട്ട് എഴുതുക. മര്യാദ പുരുഷൻ എന്നൊക്കെ പറഞ്ഞ് എന്ന് വീട്ടിൽ ആൾക്കാർ കയറി. നമ്മൾ മര്യാദ പുരുഷൻ രാമനെ നമുക്കറിയില്ല, നമ്മൾ രാവണ പെരുമ്പാട്ടൻ രാവണനെ നമുക്കറിയുള്ളൂ. So what we should do, we Muslims should join hands with the Dalits so that we'll be close to 600 million, more than 40% of the population. പുരുഷൻ രാമനെ നമുക്കറിയില്ല, നമ്മൾ രാവണ പെരുമ്പാട്ടൻ രാവണനെ നമുക്കറിയുള്ളൂ. കാരണം രാവണൻ ഒരു ബ്രാഹ്മണനാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സന്യാസിയായിരുന്നു, ഒരു മുനിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ബ്രാഹ്മണനാണ്. അപ്പോൾ രാവണനെ ഹീറോയാക്കുന്ന വേടൻ എങ്ങനെയാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ സംസാരിക്കുക എന്നുള്ളതാണ് വലിയ ലോജിക്കോട് ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ പൊള്ളത്തരം. അതിൻ്റെ കാരണം വെച്ചാൽ ഒന്ന്, ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് കർമ്മത്തിലൂടെ നേടേണ്ട ഒന്നാണ് എന്നാണല്ലോ വിശ്വാസം. ജന്മന അല്ല, ബ്രാഹ്മണ്യം കർമ്മത്തിലൂടെയാണ് നേടേണ്ടത് എന്നാണ് ഒരു വിശ്വാസം. രാവണൻ സ്വന്തം പ്രവൃത്തികളാൽ അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണ്യം കളഞ്ഞു കുടിച്ച ആളാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിലും അദ്ദേഹം ബ്രാഹ്മണനല്ലാതെ മാറിയല്ലോ. അപ്പോൾ അതിൽ തന്നെ അവിടെ അതിൻ്റെ പൊള്ളത്തരം. റൈറ്റ് എങ്ങനെയാണ് ആൻസർ ആവുന്നത്? റൈറ്റ് ആൻസർ അല്ല, പക്ഷെ അത് നടന്നേ പറ്റൂ. നടന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഒരു റൈറ്റില് ചോര കണ്ടു കഴിഞ്ഞാലാണ് അയ്യോ വെട്ടിയ ചോര വരുന്നത് മനസ്സിലാവുള്ളൂ. വാളുകൾ നോക്കിയിരുന്നു, വാളിനെ കുറിച്ച് സംസാരിച്ചോണ്ട് കാര്യമില്ല. വാളുകൊണ്ട് വെട്ടി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ ചോര വരും. അപ്പൊ നാളോട്ട് വെട്ടരുത്, അത്ര